മേലുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ആണ് എം.എസ്. അനീഷ് കുമാർ നൽകിയത്. എങ്കിൽ നമ്മൾ നേരത്തെ രാഷ്ട്രീയ വാർത്തകൾ വിശദമായി പരിശോധിച്ചു പോയതാണ്. അതിനിടയിലായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം ഉണ്ടായത്. അവിടെയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ മറ്റൊരു വാർത്ത കൂടി ശ്രീജിത്തിന് നൽകേണ്ടതുണ്ട്. അത് വീക്ഷണം മുഖപ്രസംഗത്തിന് എതിരെ കേരള കോൺഗ്രസ് മുഖപത്രമായ പ്രതിച്ഛായ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വിഷവീക്ഷണത്തിന്റെ പ്രചാരകരായി ചില കോൺഗ്രസ് നേതാക്കൾ മാറിയെന്നും മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണ് എന്നും പ്രതിച്ഛായ വിമർശിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത തകർക്കാനുള്ള നീക്കമാണ് നടന്നത് എന്നും ആത്മാഭിമാനമുള്ള ആരും UDF-ലേക്ക് തിരികെ പോകില്ലെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ശ്രീജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെ വിമർശനങ്ങൾ ആണ് ഉന്നയിക്കപ്പെടുന്നത്? ഗുരുതരമായ ആരോപണങ്ങളാണ്. അതായത് വീക്ഷണത്തിനൊരു കടുത്ത ഭാഷയിൽ തന്നെ മറുപടി പറയുകയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ മുഖപത്രമായ പ്രതിച്ഛായ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ ഫലത്തിൽ ക്ഷണിക്കുന്ന നിലയിലായിരുന്നു വീക്ഷണത്തിന്റെ ലേഖനം ഉണ്ടായിരുന്നത്. അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ആത്മാഭിമാനമുള്ള ആരെങ്കിലും UDF-ലേക്ക് മടങ്ങിപ്പോകുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ മുഖപ്രസംഗം തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു നാടകമാണ്. അങ്ങനെ ഒരു മുഖപ്രസംഗം എഴുതുക, തൊട്ടു പിന്നാലെ VD സതീശൻ അത് നിഷേധിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുക, ഇതെല്ലാം ഒരു നാടകത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു. അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ശ്രമമാണ് വീക്ഷണത്തിന്റെ ലേഖനത്തിൽ ഉള്ളത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ചരൽക്കുന്ന് പ്രസംഗത്തിൽ തന്നെ KM മാണി UDF നേതാക്കൾ തന്നെ എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുകൂടി അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല, LDF-ൽ എത്തിയ ശേഷമുള്ള അവരുടെ നേട്ടങ്ങളും അവർ നേരത്തെ പോലെ ചൂണ്ടിക്കാട്ടുകയാണ്, എടുത്തു പറയുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും KM മാണി UDF രൂപീകരിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ പലരും വളരെ ചെറുപ്പക്കാരായിരുന്നു. അതായത് വള്ളി നിക്കർ പോലും ഇട്ടിട്ടില്ല എന്നുള്ള പരിഹാസവും ഉന്നയിക്കുകയാണ് വീക്ഷണം. എന്തായാലും വീക്ഷണത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടിയുമുണ്ട്. പ്രത്യേകിച്ച് ഈയൊരു സമയത്ത് അല്ല ഇത്തരം കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകേണ്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി കഴിയട്ടെ, അപ്പോൾ അറിയാം ആരൊക്കെ ഇവിടൊക്കെ ഉണ്ടാകും എന്നുള്ളത്. LDF-ൽ തൃപ്തിയാണ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിന്റെ തൃപ്തിയാണ്, അവരങ്ങനെ നിന്നോട്ടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും പറയാൻ കഴിയില്ല, മറ്റൊരു നിലപാടും എടുക്കാൻ ഇതിന് ശേഷമുള്ള കാര്യം എന്തെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് തിരുവഞ്ചൂർ വ്യക്തമാക്കുന്നത്. അഭിലാഷ്. റൈറ്റ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത് നൽകിയത്. നമുക്ക് തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ വിവാദങ്ങൾ, രാഷ്ട്രീയ വാർത്തകൾ, അതിൽ നിന്ന് വീണ്ടും തിരികെ എത്തേണ്ടതുണ്ട്. അപ്പോൾ കാസർഗോഡ് പടന്നക്കാട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ ആര് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിൽ ഒരാൾ പ്രതിക്കൂട്ടിലാണെങ്കിലും അയാൾ തന്നെയാണോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശാസ്ത്രീയമായ തെളിവുകളുടെ ഭാഗമായുള്ള DNA പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ ആണ്. അത് അറിയാം ഇടവേളയ്ക്ക് ശേഷം.